ഹായ് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. രാവിലത്തെയും വൈകുന്നേരത്തെയും എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വീഡിയോസാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒന്നിനും സമയമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. കാരണം രാവിലത്തെ ജോലികൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങും അല്ലെങ്കിൽ നാളത്തേക്ക് കറി ഉണ്ടാക്കണതൊക്കെ മുറിച്ച് വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്യണം. അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് എന്താ പറയുക ഇത്തിരി ഒന്ന് പരക്കം പായണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മേലൊക്കെ കഴുകി. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയത്തായിരുന്നു ഞാൻ വന്നത്. ഇന്നിപ്പോൾ പോരാത്തതിന് വണ്ടിയും കൊണ്ടാണ് ഞാൻ പോയത്. പോകുമ്പോഴും നല്ല അസല് മഴയായിരുന്നു, വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയും നനഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. കോട്ടുണ്ടെങ്കിലും അങ്ങനെ നല്ല നനഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വന്ന പാടെ മേലൊക്കെ കഴുകി അടുക്കളയിൽ വന്നു. അടുക്കളയിൽ വന്നപ്പോൾ ചോറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ പറഞ്ഞാൽ പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് തോന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ ദോശയോ അല്ലെങ്കിൽ എന്താ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എളുപ്പപ്പണിയായിട്ട് ഉണ്ടാക്കാൻ നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും വയ്യ. അപ്പോൾ പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയെടുത്ത് കുറച്ച് മിക്സിയിലിട്ട് കറക്കി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചട്നിയാണ് കേട്ടോ വെച്ചത്, വേറൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് കറി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ്. അങ്ങനെ വൈകുന്നേരം കഴിക്കാനായിട്ട് ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ മഴയായതുകൊണ്ട് പുറത്ത് അങ്ങനെ വലിയ പണിയെടുക്കാനൊന്നും പറ്റിയില്ല. തുണികളൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നനച്ചിടാനായിട്ടും പറ്റിയില്ല, സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടതായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ പറ്റിയാൽ വേഗം തന്നെ എണീറ്റതും നനച്ചിടണം എന്ന് വിചാരിക്കണം. കാരണം നല്ല മഴയാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു, ലേറ്റായി. ഞാൻ ഇന്നിപ്പോൾ വൈകിട്ടാണ് പോയത്. ഒരു 9:45 ആകുമ്പോഴാണ് കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വരുമ്പോൾ വൈകുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴയൊക്കെ നനഞ്ഞ് കുതിർന്ന് തണുത്ത് വിറച്ചിട്ട് വന്നതാണ്. അങ്ങനെ വന്ന പാടെ നമ്മളെ മേല് കഴുകലും എല്ലാം കഴിഞ്ഞതാ ചൂടായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ദോശ. എനിക്കിങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയല്ല, ഇതിനേക്കാളും കുറച്ചും കൂടെ വേണമെങ്കിൽ മൊരിയിച്ചെടുക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ദോശ പരത്തിയതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ മേലെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ദോശയ്ക്ക് ഒരു എന്താ പറയുക, ചിലപ്പോൾ ദോശ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു വഴുവഴുന്നുണ്ടാവും നമ്മുടെ ഗോതമ്പ് ദോശ. അതുകൊണ്ട് ഇങ്ങനെ എണ്ണയൊക്കെ പരത്തി നന്നായിട്ട് മൊരിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ, ടേസ്റ്റാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകാനായിട്ട്. അപ്പോൾ വൈകുന്നേരത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അത്യാവശ്യം രാവിലെ വേണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. മഴ ചെറുതായിട്ട് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുറത്ത് പോയിട്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കാനും പറ്റില്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ അത്യാവശ്യം രാവിലെ പെട്ടെന്ന് എടുക്കണതൊക്കെ കഴുകാനായിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടുക്കളയിൽ നമ്മുടെ സ്റ്റവിൻ്റെ മേലെയുള്ള ബർണറിൻ്റെ ആ സംഭവങ്ങളുണ്ടല്ലോ, സ്റ്റവിൻ്റെ അടുപ്പ്, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അടുപ്പ് മാത്രമല്ല അടുക്കള മൊത്തം അങ്ങോട്ട് അടിച്ച് തുടയ്ക്കണം. ഈ ഞായറാഴ്ച എനിക്ക് അങ്ങോട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ഈ തിണ്ടും ഒക്കെ തുടച്ച് വിടുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അതുമില്ല. പിന്നെ എന്തായാലും തിണ്ടൊക്കെ തുടയ്ക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് തുടച്ച് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒഴിച്ച് അങ്ങോട്ട് കഴുകാൻ കൊണ്ടുപോയിട്ടിട്ട് ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടക്കാൻ പോകുന്ന സമയത്ത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിനൊരു സമാധാനം ഉണ്ടാവും കേട്ടോ. അടുക്കളയിൽ നിന്ന് പണി ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു മടുപ്പാണ് അടുക്കള കാണുമ്പോൾ തന്നെ ഒരു
ഇനി ഇതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പം അതുകൊണ്ട് മാക്സിമം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് കിടക്കാനായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ തോർത്താനായിട്ട് വെച്ചു. പിന്നെ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ ഇതാ മുരിങ്ങയില കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഊരി വെക്കാനായിട്ട്. പിന്നെ കുറച്ച് പയറും കൈപ്പയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൊടിയിലുണ്ടായതാണ് കേട്ടോ പയറും കൈപ്പയ്ക്കൊക്കെ. അപ്പോൾ അത് കൊണ്ടുവന്നു. അങ്ങനെ നാളെ രാവിലത്തേക്ക് മുരിങ്ങയില പരിപ്പിട്ട് വയ്ക്കുക, പയറുപ്പേരി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എല്ലാം ഒന്ന് നേരെയാക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാവിലെ ആകുമ്പോഴാണ്. രാവിലെ ഒരു 5:30 5:45 ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്നു, അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴാണ് കേട്ടോ ഞാൻ പുറത്ത് പോയിട്ട് ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ അതാ തലേ ദിവസം നമ്മൾ മുരിങ്ങയില ഊരി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പയർ പൊട്ടിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ അത് അവിടെ കുക്കറിനകത്ത് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു. കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചോറിന് വെള്ളം വെച്ച് പറഞ്ഞില്ലേ, അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അങ്ങോട്ട് ചെറിയ തീയിൽ കിടന്ന് വെന്ത് വെച്ചാൽ നമുക്ക് ചോറ് നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ തീയിൻ്റെ ഒരു അളവ് ശരിയല്ലെങ്കിൽ നമ്മുടെ ചോറ് വേവിക്കുമ്പോൾ ചിലത് ഇങ്ങനെ വെള്ളം പൊട്ടാനും അല്ലെങ്കിൽ എന്താ പറയുക അരിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു എന്താ പറയുക ചോറ് അത്രയ്ക്കൊരു ഇത് ഉണ്ടാവില്ല കേട്ടോ ഉണ്ണുമ്പോൾ. അതുകൊണ്ട് നല്ല നേരിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക, നന്നായിട്ട് തിള വന്നതിന് ശേഷം. അപ്പോൾ ഇന്നിതാ നമ്മുടെ അത്തപ്പൂക്കളം ഒരുക്കുകയാണ് കേട്ടോ. അത്തപ്പൂക്കളം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിട്ടിക്കുട്ടി തന്നെയാണ് രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ച് ഞാനിങ്ങനെ നമ്മുടെ ഇതുണ്ടല്ലോ കല്ലൊന്ന് ചാണകമൊക്കെ തേച്ച് കൊടുക്കും. അവളാണ് അത്തപ്പൂക്കളം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്നിപ്പോൾ ശരി ഞാൻ വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് ഇതാ കുറച്ച് പൂക്കളും നമ്മുടെ എന്താണ് മുക്കുറ്റിയും ഒക്കെ പറിച്ച് മാവേലി അതായത് പൂക്കളം ഇടാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ചിട്ടിക്കുട്ടി പൂക്കളമൊക്കെ ഒരുക്കാനായിട്ട് പൂവൊക്കെ നേരത്തെ തന്നെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ടു. ഞാൻ പകുതി അങ്ങോട്ട് പൂക്കളം ഇട്ടു, ബാക്കിയൊക്കെ ചിട്ടിക്കുട്ടിയാണ് കേട്ടോ ചെയ്യാനായിട്ട് നിന്ന്. നമ്മളതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കള പണിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പൂക്കളം ഇട്ടു. പിന്നെ അതാ ചിട്ടിക്കുട്ടി അവിടെ ഇരുന്നിടുന്നുണ്ട്. ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ട് ഇതാ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചാരുമോൾക്ക് എക്സാം ആയതുകൊണ്ട് അവൾക്ക് 8 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ 10 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ 8 മണി 8:30 ആകുമ്പോഴാണ് അവൾ പോണത്. അതുകൊണ്ട് ഇത്തിരിയെങ്കിലും സമാധാനമുണ്ട്. അല്ലെങ്കിൽ പിന്നെ 7 മണിയാകുമ്പോഴേക്ക് ചടപടേന്ന് എല്ലാം ആക്കണം. ഇന്നിപ്പോൾ 2 പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഉച്ചയ്ക്ക് വരുന്നതാണല്ലോ. ഇന്നിപ്പോൾ 2 എക്സാം ഉണ്ട്. അപ്പോൾ അവൾക്കും ചോറ് കൊണ്ടുപോകണം, അപ്പോൾ എനിക്കും കൊണ്ടുപോകണം. അപ്പോൾ വേഗം തന്നെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് അവിടെ പരിപ്പ് ഇട്ടിട്ട് നമ്മുടെ മുരിങ്ങയില കറി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുരിങ്ങയില ഒന്ന് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ മുരിങ്ങയില കടുകൊന്നും പൊട്ടിക്കാറില്ല. ഇന്നിപ്പോൾ കടുക് വറുത്തിട്ടിടാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് മുരിങ്ങയില കറിക്ക് വെളുത്തുള്ളി അത്യാവശ്യമാണ്. പക്ഷേ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു മണമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കടുക് പൊട്ടിച്ചതാണ് കേട്ടോ. പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉപ്പേരിക്ക് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കിൽ തന്നെ എല്ലാ പണിയും അങ്ങോട്ട് ഒരുങ്ങും കേട്ടോ. ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് പോകും. ചില ദിവസങ്ങളിൽ എനിക്കത് പറ്റാറുമില്ല, വന്നിട്ട് നനയ്ക്കാൻ വിചാരിക്കും. ഇന്നലെ ഇപ്പോൾ അതും പറ്റിയില്ല. അപ്പോൾ ഇന്നും ഇന്നത്തെ തുണി ഇന്നലത്തെ തുണിയൊക്കെ ആയിട്ട് ഒരുപാട് നനയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനിത് 7 മണിയാകുമ്പോഴേക്കും 7:15 ആകുമ്പോഴേക്കും എൻ്റെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ. അപ്പോൾ വേഗം നനച്ച് വെച്ച തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. ചാരുമോളും പോവും, പിന്നെ ചിട്ടിക്കുട്ടിക്കും സ്കൂളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടന് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ 7 മണിയാകുമ്പോഴത്തേക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കലില്ല കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല, മെനക്കെട്ടിട്ടില്ല. രാവിലെ അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് മടിച്ച് സത്യം പറഞ്ഞാൽ ഒരു മടി. വീഡിയോ ഇടണ്ടെന്നല്ല, പക്ഷേ വീഡിയോ എടുത്ത് ഇതാകാനായിട്ടൊരു മടി. അപ്പം പിന്നെ അങ്ങനെ 2 ദിവസം വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇപ്പം മനസ്സിനും വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക
വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്താലല്ലേ നാളേക്ക് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. എന്നുള്ള പോലെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. എല്ലാവർക്കും കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ. എന്നും ഈ രാവിലത്തെ പാചകവും വൈകുന്നേരത്തെ പാചകവും ഒക്കെ കൂടെ തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ഇതല്ലാതെ നമ്മുടെ വീഡിയോയിൽ ഇനിയിപ്പോൾ എന്താ കാണിക്കുക വെറൈറ്റി ആയിട്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ അടുക്കളപ്പണികളൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിക്കാനുള്ളതും. അപ്പോൾ എന്താണെങ്കിലും ഇതാ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ഗംഭീര മഴ അങ്ങോട്ട് പാറിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ചിട്ടിക്കുട്ടിയും ഞാനും ഇട്ട അത്തപ്പൂക്കളം. അങ്ങനെ രാവിലത്തെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ ഒരുക്കി വെച്ച് ഞാനതാ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. ചിട്ടിക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.